ഞാനിന്ന് അൽസാജ് കൺവെൻഷൻ സെന്ററിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ കല്യാണത്തിന്റെ കാറ്ററിംഗ് കാര്യങ്ങൾ നടത്തുന്നത് കടുവായിൽ കാറ്ററിംഗ് ആണ്. മട്ടൺ ചാപ്സ്, അതേപോലെ ലൈവ് പൊറോട്ട, വെള്ളയപ്പം, അതുപോലെ മട്ടൺ ബിരിയാണി ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. നല്ല ഫുഡായിരുന്നു. DK ബഷീർ മന്ത്രി മട്ടൻ ജാംസും വെള്ളയപ്പവും മട്ടൻ ബിരിയാണിയും കഴിച്ച് മയങ്ങിയിരിക്കുവാണോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങളൊരു മന്ത്രിയല്ലേ, അതും PWD മന്ത്രി. പരസ്യം ചെയ്യാനല്ല ആ പദവിയിൽ ഇരിക്കുന്നത്. ഇത്ര തിരക്കും ഗൌരവവുമുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ അപാര തൊലിക്കെട്ടി തന്നെ വേണം. റോഡിൽ കുഴികളാണെന്ന് പരാതി പറഞ്ഞാൽ മയ്യാണ് റോഡിൽ കുഴിയുണ്ടാവും എന്ന് പറഞ്ഞ് തടി ഊരുന്നതാണല്ലോ ശീലം. ഇപ്പോഴാണ് മനസ്സിലായത് റോഡിലെ കുഴിയൊന്നും മാറാത്തത് എന്തുകൊണ്ടാണ്. വയറ് നിറയ്ക്കാനും വേണ്ടപ്പെട്ടവരുടെ സ്ഥാപനങ്ങൾക്ക് പരസ്യം നൽകാനല്ല കേട്ടോ ഈ മന്ത്രി പദവി എന്ന് പറയുന്നത്. ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനവും പദവി ദുരുപയോഗവുമാണ് മന്ത്രി PK ബഷീർ നടത്തിയിരിക്കുന്നത്. ഇത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഖാലിദ് മഞ്ചേരി. സവർക്കർ VD സതീശ മേനോൻ അധികാരത്തിൽ വന്നിട്ട് ഇതിന്റെ 82ാമത്തെ എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തില് സാമുദായിക നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും നേതാക്കളും ഒക്കെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ സമൂഹത്തില് ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ട്. നിങ്ങളൊക്കെ നിങ്ങളിരിക്കുന്ന കസാലന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും വരും. ഇവിടെ പൂക്കോയ തങ്ങളും ബാഫുക്കി തങ്ങളും അതുപോലെ തന്നെ CH ഒക്കെ ഇരുന്ന ഒരു കസാലയാണത്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് അലി സിയാബ് തങ്ങള്, ഹൈദരലി സിയാബ് തങ്ങളൊക്കെ ഇരുന്ന കസാലയാണ്. മന്തിക്കടന്റെ പരസ്യം പറയാനല്ല ആ കസാല നൂല് ഉപയോഗിച്ചത്. ഈ സമൂഹത്തിൽ വരുന്ന പീഡനങ്ങളും സമൂഹത്തിൽ ഉയർക്കപ്പെടേണ്ട വിഷയങ്ങളും ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന മനുഷ്യരായിരുന്നു അവരൊക്കെ. ഇപ്പോ ഇന്ന് നമ്മളെ പൊതുമരാമത്ത് മന്ത്രി ഒരു കാറ്ററിംഗ് കല്യൊരു ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് പോയി. കടുവ കാറ്ററിംഗ് ഭയങ്കര ഉഷാറാണ്. അവിടെ ഞാൻ പോയി. ലൈവ് പൊറാട്ട ഭയങ്കര ഉഷാറാണ്. അവരെ മട്ടൻ ചാപ്സ് വളരെ ഉഷാറാണ്. അവരെ മട്ടൻ ബിരിയാണി വളരെ ഉഷാറാണ്. അതുപോലെ അവരുടെ കാറ്ററിംഗ്, അവരുടെ ഇടപെടലുകളും ഒക്കെ വളരെ ഉഷാറാണ്. ആ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ അറേഞ്ച്മെന്റുകളും ഒക്കെ ഉഷാറാണ്. ഞാൻ പോയി. ഞാൻ PWD മിനിസ്റ്റർ, അയാളെ പണി അതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുമ്പ് നമ്മളിപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു 6 മാസം മുമ്പ് അയാളൊരു മന്തിക്കടന്റെ പോയി കാണ്ട് അവിടുന്ന് മന്തി നിന്നുകാണ്ട് ഞാനിതിലൊക്കെ പോകുമ്പോൾ കയറാറുണ്ട്. നല്ല മന്തിയാണ്, കളങ്കല്ലാത്തതാണ്, ഇത് നല്ല ഭക്ഷണമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറി വെക്കൊണ്ട് ഇതൊക്കെ പറഞ്ഞു. ഓരോരോ മനുഷ്യന്മാരെ വണ്ണം വലിപ്പം, മലയോളം വലിപ്പുണ്ടായി കാലിൽ ഒരു മുടിയോളം കാതലെങ്കിലും ആണെന്ന് പഴയ കാരണവന്മാർ പറയും. നമ്മൾ ഇങ്ങോട്ടൊക്കെ പറയാനുള്ള എന്താരോ, നിങ്ങളൊക്കെ ഇരിക്കുന്ന കസാലകളിലേ കുറെ മഹാന്മാരിരുന്നിട്ടുള്ളതാണ്. ഇന്ന് വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോ ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് പഞ്ചസാരക്ക് നാളെ മുതൽ 60 റുപ്യ വരെ ആകാൻ പോവാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ പഞ്ചസാരന്റെ ബോർഡ് മാറ്റണമെന്ന് പലർക്കിടയക്കാരൻ പറയാം. 57 റുപ്യ നമുക്ക് ഇറങ്ങാൻ വിലയാണ്. കെറ്റൂലി ഇറക്കൂലിയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അവർ പറയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങളില്ല. സപ്ലൈ ഓഫീസിൽ മുതൽ ഓരോ സ്ഥലങ്ങളിലും നീതി സ്റ്റോറിലും നെന്മാ സ്റ്റോറിലും ഒക്കത്തിനും വിലക്കയറ്റം. എല്ലാ സാധനത്തിനും വിലയാണ്. ജനം പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അവിടെ ബിരിയാണി, ഇവിടെ കുണ്ട്, മഴ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പവർ കട്ട്, കറണ്ട് ബില്ലിന്റെ ചാർജ്, ഇതൊക്കെ ജനം അനുഭവിക്കുകയാണ്. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ള എന്തായാലും, നിങ്ങളൊക്കെ ഇരിക്കുന്ന കസാലയിൽ മുൻകുറെ നല്ല ഉസറും ആണുക്കല്ല ചൂരും പുവാക്കല്ല ആൾക്കാർ ഇരുന്നുണ്ട്, കഴിവുള്ളവർ ഇരുന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ പോയത്തക്കാരല്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് ജനങ്ങൾക്ക് വേണ്ടതല്ല നിങ്ങൾ പറയണത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരൊറ്റ റോഡിലും കുയ്യോണ്ടും അതുപോലെ തന്നെ ഈ ഇതുകൊണ്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ട്. മഴയതാ കുജുണ്ടാവും എന്ന് പറയുന്ന ആളുകൾ കാറ്ററിംഗിന്റെതും ബിരിയാണിന്റെ ഒക്കെ ഓല് പറഞ്ഞോളും. ഇതിന്റെ അടിയിൽ ഞാൻ വിടുന്നുണ്ട്, തങ്ങളെ വീഡിയോ തെരഞ്ഞെടുത്ത് കിട്ടിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവരൊക്കെ ക്വാളിറ്റിയും ഇവരൊക്കെ ജനങ്ങളോട് പെരുമാറണം. ഇവർക്കൊക്കെ പ്രതിപക്ഷത്തുണ്ടായപ്പോ നിലപാടെന്തേനും, ഇപ്പൊ ഭരണപക്ഷത്തുണ്ടായപ്പോ നിലപാടെന്താന്ന് ജനം ഒന്ന് മനസ്സിലാക്കുക. അന്നം തിന്നുപോലാണല്ലോ മലയാളി, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ചിന്തിക്കുക. ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തോലാണ്, അനുഭവിച്ച് തീർക്കാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നിർത്തുന്നു. ജയ് ഹിന്ദ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി.
തുമ്പി വെളിനാട് വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ ആപത്തൊന്നും ഇല്ലാത്ത, കള്ളങ്ങളില്ലാത്ത, ചതിയില്ലാത്ത ഒരു നാട് രൂപപ്പെടട്ടെ അല്ലെ? മാവേലി നമ്മുടെ ചരിത്രത്തിനും ഭൂതകാലത്തിനും സംഭാവന ചെയ്ത ആ നല്ല നാളുകൾ അത് പുതിയ കാലഘട്ടത്തിലും അതിന്റെ പിന്മുറക്കാരായി മാറാനാണ് ഈ ഓണനാളിൽ എല്ലാവരും പ്രതിജ്ഞ എടുക്കേണ്ടത് എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ. താങ്ക് യു, വളരെ നന്ദി. പാട്ടുകൾ പാടി തന്നതിനൊക്കെ സന്തോഷം. താങ്ക് യു.